ഹലോ, ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ ഒരു നല്ല ഫേസ് പാക്ക് ഉണ്ടാക്കാം, അതുപോലെ തന്നെ മുഖത്തിലെ ടാനൊക്കെ പോകാനും നമ്മുടെ മുഖത്ത് നല്ല കളർ വരാനും പറ്റിയത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വിചാരിച്ചാൽ ഒരു സ്കിൻ കെയറിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ദിവസം ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ആദ്യം എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയറിന് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചോറ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചോറ്, കുറച്ച് ചോറ്, എന്ത് ചോറായാലും കുഴപ്പമില്ല. നമുക്ക് വെള്ളച്ചോറാണെങ്കിൽ, പച്ചരി ചോറാണെങ്കിലോ, പിന്നെ ചമ്പാവരിയുടെ ചോറായാലും കുഴപ്പമില്ല. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന റേഷൻ അരിയുടെ ചോറായാലും സാരമില്ല. ആ ചോറ്, പിന്നെ നല്ല വേവിച്ച ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് തൈരിന് പകരം പാല് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം തൈരുള്ളതുകൊണ്ട് ഞാൻ തൈരെടുത്തു, തൈരില്ലാത്തപ്പോൾ ഞാൻ പാല് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് ഒന്ന് മിക്സിയിൽ നല്ല പോലെ പേസ്റ്റായിട്ട് അടിക്കണം. അപ്പോൾ ഞാൻ സാധനങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ചോറാണ്, ഇതിപ്പോൾ ഞാൻ ചമ്പാവരി ചോറാണ്, നല്ല വെന്ത ചോറാണ്. അപ്പോൾ ഈ ചോറും നമുക്ക് ഈ വേവിച്ച ഉരുളക്കിഴങ്ങും കൂടെ ആദ്യം മിക്സിയിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുത്തതിന് ശേഷമാണ് ഇതിൽ തൈരും കൂടെ മിക്സ് ചെയ്യണത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ചോറ്, ഉരുളക്കിഴങ്ങ് അവിച്ചത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് ആവശ്യം. ഇതാകുമ്പോഴേ നന്നായിട്ട് നമ്മുടെ ഫേസിൽ പറ്റിയിരിക്കത്തുള്ളൂ. ഇനി നമുക്കിതിലൊരു കുറച്ച് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ തൈരും കൂടെ ഒഴിക്കും. ഈ തൈരും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കറക്റ്റ് ഇതാവും. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറും ചോറും ഇത് മാത്രം മതി. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം, നന്നായിട്ട് തുടച്ചതിന് ശേഷമാണ് നമുക്കിത് മുഖത്ത് തേക്കേണ്ടത്. ഇത് മുഖത്ത് തേച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിത് മുഖത്ത് തേച്ച് വയ്ക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തളിച്ച് മുഖം ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഉണങ്ങുമല്ലോ. ഉണങ്ങുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മസാജ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് വെള്ളം ഇങ്ങനെ തൊട്ട് കൊടുത്തിട്ട് മസാജ് ചെയ്യണം. മസാജ് ചെയ്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ ഇട്ടിരിക്കണം. അങ്ങനെ 15 മിനിറ്റ് ഫുള്ള് ഇട്ടതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ അന്തം വിടും, അത്ര കളറായിരിക്കും ഇതിന്. നമ്മുടെ കയ്യിൽ തേക്കാം, കഴുത്തിൽ തേക്കാം, മുഖത്ത് തേക്കാം. നമ്മുടെ കയ്യിലെ ടാനൊക്കെ മാറി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ ഒരു സാധനമാണിത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് തേക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ബ്രഷൊന്നും എടുക്കണില്ല. അത് ഏറ്റവും നല്ലത് നമ്മുടെ കൈ കൊണ്ട് തേക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കൈ കൊണ്ട് തന്നെ തേക്കാം. നമ്മുടെ സ്വന്തം കൈക്കല്ലേ കറക്റ്റായിട്ട് ഇതൊക്കെ തേക്കാൻ പറ്റും. ബ്രഷിനെ കാട്ടി ഏറ്റവും നല്ലതല്ലേ കൈ. കയ്യിലെടുത്ത് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യണം. ഞാൻ പിരിയത്തിൻ്റെ ഇവിടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കഴുത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കൂടെ ഞാൻ ബാക്കിയുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ വന്നിട്ട് എൻ്റെ കൈ നക്കി തിന്നെയാണ്. ആ ഇട്ട സാധനം മൊത്തം വന്ന് നക്കി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തോന്നത്? ഉരുളക്കിഴങ്ങും ചോറും അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. തൈര് ഉണ്ടല്ലോ, അവൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് അവൾ തോന്നുന്നതാ എൻ്റെ അത്രയും നക്കണം. എന്തോ ചെയ്യ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായി ടൈറ്റായി വരണുണ്ട്. അപ്പോൾ ടൈറ്റായിട്ട് വരുമ്പോഴത്തേക്കാണ് ഞാൻ കുറച്ച്
വെള്ളവും കൂടെ ഒന്ന് ഇട്ട് ഒന്ന് ലൈറ്റാക്കി കൊടുക്കാം. ഇനി നമ്മളൊരു 10 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് ഈ ചുണ്ടിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ടൈറ്റായി വരും. ആ ഭാഗത്തൊക്കെ കുറച്ച് വെള്ളമൊന്ന് നമുക്കൊന്ന് ഇങ്ങനൊന്ന് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടൈറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്യാൻ വെച്ചു. വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണാം. അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മാറ്റം തോന്നുന്നില്ലേ? അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം മസ്റ്റ് ട്രൈ ആണ് ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ ഞാൻ കുറച്ച് കയ്യിലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യിലെ ടാനൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. 2 കയ്യിൽ നല്ല വ്യത്യാസമുണ്ട്. ഇനി കുറച്ചും കൂടെ കഴുകി ഇറക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് അത്യാവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്, ലൈക്ക് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ബൈ.